ഇറാനിൽ ശക്തമായ ആക്രമണം തുടരുകയാണ്. ഇസ്രയേൽ ടെഹ്റാനിൽ 20 പേർ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം. ഇസ്രയേലിലെ ടെൽ അവീവിൽ ഇറാന്റെ ആക്രമണവും ഉണ്ടായി. ഇറാഖിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് സമീപവും ഇറാന്റെ ബോംബിംഗ് ഉണ്ടായി. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ B-2 വിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്തെന്നും റിപ്പോർട്ടുണ്ട്. ബെയ്റൂട്ടിലും ഇസ്രയേൽ ആക്രമണം നടക്കുന്നു. സുരേഷ് വെള്ളിമുറ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സുരേഷ്, 12 മണിക്കൂറായി പശ്ചിമേഷ്യയിൽ സമാധാനമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കേൾക്കുന്നു. എങ്കിലും നമുക്ക് ചില കമന്റുകളൊക്കെ വരുന്നുണ്ട്. കുവൈറ്റിലും മറ്റും സൈറൺ മുഴങ്ങുന്നുണ്ട്. ജോലിക്ക് പോകുന്നതിൽ തടസ്സമില്ല, എങ്കിലും ചെറിയ ആശങ്കയുള്ളതായി പറയുന്നു. എവിടെയെങ്കിലും പിന്നീട് ഇത്തരത്തിലുള്ള ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായോ? മോദി, ഇപ്പോൾ GCC രാജ്യങ്ങളിൽ നിന്നും പുതിയ തരത്തിലുള്ള ഒരു ആക്രമണ സംഭവങ്ങളോ വലിയ ആക്രമണ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചിലയിടങ്ങളിൽ നിന്നും ഈ പറയുന്നത് പോലെ ശബ്ദം കേൾക്കുന്നതായൊക്കെ ഉള്ള ആളുകൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഒരു വലിയ ആക്രമണം അല്ലെങ്കിൽ ആൾനാശമോ അല്ലെങ്കിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിക്കുകയോ ഒക്കെ ചെയ്യുന്ന വിധത്തിൽ വലിയൊരു ആക്രമണ സംഭവം എവിടെയും ഇതുവരെ ഇന്നലെ വൈകുന്നേരം മുതൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മോദി സൂചിപ്പിച്ചതുപോലെ തന്നെ കുവൈറ്റിൽ പുലർച്ചെ 3:15 ഒരു സ്ഫോടന ശബ്ദം കേട്ടതായാണ് ആളുകൾ പറയുന്നത്. അങ്ങനെ അതോടൊപ്പം തന്നെ ദുബായിൽ നിന്നും ചില മേഖലകളിൽ അങ്ങനെ ശബ്ദം കേട്ടതായും പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു വലിയ ആക്രമണ സംഭവം ആയിട്ട് നമ്മൾക്ക് അതിനെ കാണേണ്ടതില്ല. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രോണുകൾ വരികയോ അത് നിർവീര്യമാക്കുകയോ ഒക്കെ ചെയ്തതിന്റെ ശബ്ദമായിരിക്കണം കേട്ടിട്ടുണ്ടാക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലുള്ള ആക്രമണ സംഭവം അല്ലെങ്കിൽ വ്യാപകമായിട്ടുള്ള ആക്രമണം എവിടെയും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ നമ്മൾ പങ്കുവെച്ചതുപോലെ അല്പം സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത ഇന്ന് വന്നത് പ്രധാനമായും ഒരു മരണത്തെ കുറിച്ചുള്ള വാർത്തയായിരുന്നു. അത് ബഹ്റൈനിൽ നിന്നുമാണ്. ബഹ്റൈനിൽ ഒരാൾക്ക് ജീവഹാനി സംഭവിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് രാവിലെ സ്ഥിരീകരിക്കുന്നത്. അത് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുന്നത്. പ്രധാനമായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത് ഈ ഒരു സൽമാൻ ഇൻഡസ്ട്രിയൽ മേഖലയിൽ വിദേശ കപ്പൽ നങ്കൂരമിട്ടിരുന്നു. ആ വിദേശ കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകൾക്കാണ് ആപത്ത് സംഭവിച്ചിട്ടുള്ളത്. 2 പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾക്ക് ജീവഹാനി സംഭവിക്കുകയുമാണ് ചെയ്തത്. ആ കപ്പലിന്റെ മുകളിൽ മിസൈലിന്റെ അവശിഷ്ടം വീണ് തീ പിടിക്കുകയായിരുന്നു. തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. അതാണ് ബഹ്റൈനിൽ നിന്നും വന്നിട്ടുള്ള ഒരു വാർത്ത. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഖത്തർ പൊതുവെ സമാധാനപരമാണ്. എവിടെ നിന്നും ഒരു തരത്തിലുള്ള ആക്രമണവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ കുവൈറ്റിൽ പുലർച്ചെ ആ ശബ്ദം കേട്ടതായി ആളുകൾ പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് ശബ്ദങ്ങളൊന്നും പിന്നീട് കേൾക്കുകയോ രാവിലെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. UAE പൊതുവെ ശാന്തമാണ്. അബുദാബിയിലോ ഷാർജയിലോ അല്ലെങ്കിൽ ദുബായിലോ പോലും വലിയൊരു സംഭവങ്ങളൊന്നും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൊതുവെ GCC ഇപ്പോൾ ശാന്തമാണെന്ന് പറയാം. അതേസമയം മറ്റൊരു നേരത്തെ മോദി സൂചിപ്പിച്ച ഒരു സംഭവമുണ്ട്. ലെബനൻ, ഹിസ്ബുള്ള എന്നൊക്കെ പറയുന്നത് അത് അല്പം ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം ഇസ്രായേൽ വീണ്ടും ലെബനിലേക്ക് ആക്രമണം നടത്തുന്നു. ലെബനിൽ നിന്നും ഹിസ്ബുള്ള ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നു. അങ്ങനെ വരുമ്പോൾ ആ വ്യോമപാതയിൽ വീണ്ടും ഒരുപക്ഷെ തടസ്സം ഉണ്ടായേക്കും. പ്രത്യേകിച്ചും ഒമാന്റെ വ്യോമപാതയ്ക്ക് മുകളിലൂടെ ഒക്കെ വേണം നമുക്ക് UAE-യിൽ നിന്നും നാട്ടിലേക്ക് വരാൻ. അപ്പൊ സ്വാഭാവികമായും അത് നമ്മളെ ആശങ്കപ്പെടുത്തും. അതിനപ്പുറത്തേക്ക് ഒരു വലിയ ആക്രമണങ്ങളൊന്നും ഈ മേഖലയിൽ ഇതുവരെ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല.